ഹായ് ഗൈസ്, ഞാൻ ഗോകുൽ, ഇത് നമ്മുടെ ഹാനുമോൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് എന്താണെന്നല്ലേ, വേറൊന്നുമല്ല, നമ്മുടെ കൗച്ച് കണ്ടിട്ടില്ല നിങ്ങള്? ഒരു കുഞ്ഞു കൗച്ചാണ്, രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന കൗച്ചാണ്. അപ്പൊ നമ്മള് അതില് ഇവള് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നമുക്കത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ആ ടൈമില് അതെ, എണീക്കാനും ഇരിക്കാനും ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ ഇവൻ വളർന്നു വന്നോണ്ടിരിക്കുമ്പോ നമുക്കിപ്പോ ഇവൻ കയ്യിലൊക്കെ ഇരുന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് ആ സോഫയിൽ ഇങ്ങനെ കിടത്തുമ്പോഴേ നമ്മളും കൂടെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും. ഒരാൾക്ക് അതിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഇവനെ കിടത്തുവാണെങ്കിൽ നമ്മളൊന്ന് അനങ്ങി കഴിഞ്ഞാൽ തന്നെ ഇവ എണീക്കുകയും ചെയ്യും. വെയ്ഫെയർ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും. ഒരുപാട് രാജ്യങ്ങളിലുണ്ട്. അപ്പൊ അവര് ഇതേപോലെ നമ്മുടെ ഐക്യയൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വന്ന അതുപോലെ കോമ്പാക്ട് ആയിട്ടുള്ള ഈ ഇതുപോലെ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇതിലെന്താ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാട്ടില് നമുക്ക് അങ്ങനെ അല്ലല്ലോ വരണേ. ഇതിപ്പം പോയി മേടിക്കുന്ന ഒരു സെറ്റപ്പ് ആണല്ലോ നാട്ടില്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് കടയിൽ പോയി മേടിക്കാം. അത് മാത്രമല്ല സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാം. നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. നാട്ടിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതെ, നമ്മളിപ്പോ ഈ $2000-3000 അത്രയും ക്വാളിറ്റി ഒന്നും വരില്ല ഇതിന്. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് നല്ല, ഇപ്പൊ നമ്മളൊരു അപ്പാർട്ട്മെന്റിലാണ്, നമ്മൾ വീടും കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ അപ്പാർട്ട്മെന്റിലാകുമ്പോഴത്തേക്കും കോമ്പാക്ട് ആയിട്ടുള്ളതാണ് നല്ലത്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഹാനു ജനിക്കുന്നതിന് മുന്നേ നമ്മൾ ഹാനുവിന്റെ ഡ്രസ്സർ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇവന്റെ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിട്ട്. അത് നമ്മൾ തന്നെയാണ് ഫുൾ ഫിക്സ് ചെയ്യുന്നത്. ഫ്രം സ്ക്രാച്ച് ഇവര് സാധനങ്ങൾ ഉണ്ടാവും, അതിലെ എങ്ങനെയാണെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഫ്രം സ്ക്രാച്ച് നമ്മളാണ് ബിൽഡ് ചെയ്യുന്നത്. ആ ഒരു എഫേർട്ട് ഉണ്ട്. പക്ഷെ എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മളൊരു ബെഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ആ റഗ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് നല്ല ഡീലിന് കിട്ടിയതാണ്. പക്ഷെ ഈ പ്രൈസ് നമുക്ക് വേറെ ഒരു സൈറ്റിൽ നിന്നും കിട്ടില്ല. ഇപ്പൊ ആമസോണിലൊക്കെ ഉണ്ട് ഇവിടെ കൗച്ച്, പക്ഷെ നല്ല വിലയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റിയും കാണില്ല. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത കൗച്ച് ഞാൻ ഇവിടെ ആ പടം കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അത് വന്നിക്കുന്നത് ഈ 2 ബോക്സിലാണ്. അപ്പൊ ഇതിന്റെ ഈ ഭാഗമാണ് ഈ ബോക്സിന്റെ അകത്തും, ഇതിന്റെ ബാക്കി ഉള്ള ഭാഗമാണ് ഈ ബോക്സിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ബോക്സ് കണ്ടല്ലോ അല്ലെ, ഒരെണ്ണം ഏകദേശം 80 പൗണ്ടും വേറെ ഒരെണ്ണം 70 പൗണ്ടുമാണ്. അതായത് 40 കിലോയും 35 കിലോയും ഏകദേശം. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡെക്സ് ആണ് ഡെലിവറി ചെയ്തത്. അപ്പൊ ഇവര് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പുറത്ത് കൊണ്ട് വച്ചായിരുന്നു. അപ്പൊ പുറത്ത് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യുന്നതിന്റെ അവിടെയാണ് ഇവര് കൊണ്ടുവന്ന് ഈ ബോക്സ് വെച്ചത്. അപ്പൊ രാവിലെ ആയപ്പോഴത്തേക്ക് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് കൊണ്ട് വെളിയിൽ വെച്ചിട്ട് പോയപ്പോ ബെല്ലടിച്ചുമില്ല. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു, പക്ഷെ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ സൈറ്റിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരുന്നത്. അല്ലാതെ മെസ്സേജോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. അപ്പൊ ഇവരുടെ വണ്ടി ഞാൻ ഈ വിൻഡോ വഴി പോകുന്ന കണ്ടു. അങ്ങനെ പോയി നോക്കിയപ്പോഴത്തേക്ക് പുറത്തിരിക്കുന്നു. അപ്പൊ ഈ മഴയത്തിരുന്നിട്ട് ഒന്നാമത് കൗച്ചാണല്ലോ, അപ്പൊ തുണിയാണല്ലോ, അപ്പൊ അത് നശിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ പടി നമുക്ക് കേട്ടേണ്ടി വന്നു. അതാണ് ആകെ ഉണ്ടായിരുന്ന ഒരൊറ്റ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ താഴെ ഉള്ളവർക്കാണെങ്കിൽ വലിയ പ്രശ്നമില്ല, കാരണം നമ്മള് ഇപ്പൊ മുകളിലത്തെ അപ്പാർട്ട്മെന്റിലാണ് നമ്മൾ. അപ്പൊ ഈ പടി നമ്മൾ തന്നെ കേട്ടേണ്ടി വന്നു. അപ്പൊ ഇങ്ങനെ ഒരു പെട്ടിക്കകത്ത് ഒരു കൗച്ച് വരിക, അത് നമ്മൾ തന്നെ അസംബിൾ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളതൊരു ഒരു പ്രത്യേകതര എക്സ്പീരിയൻസ് ആണല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അധികം എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഒരിക്കലും അങ്ങനെ നമ്മൾ മേടിച്ചിട്ടില്ല. നമ്മൾ മേടിച്ചിട്ടുള്ള എല്ലാം അസംബിൾഡ് ആയിട്ട് ലോറിയിലൊക്കെ കൊണ്ടുവന്ന് ഇറക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നന്നായി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും ടൈം ലാപ്സ് ആയിട്ട് ചെയ്യാം ഈ സെറ്റ് ചെയ്യുന്നത്, കാരണം എനിക്ക് എത്ര നേരം എടുക്കുമെന്ന് അറിയില്ല. എങ്ങനെ പോയാലും 1 മണിക്കൂറെങ്കിലും ആവുമായിരിക്കും. അപ്പൊ ഇനി ഈ സ്ഥലത്ത് പുതിയ കൗച്ച് വന്നിട്ട് നമുക്ക് കാണാം. No shame, there's no time, feel the pain, live the grind, I could change, in my mind, pick a lane, commit and climb, the only way to win at life, I never miss, that's fact, taking big swings, put your hand to the bat, put me in the ring, you'll go out in a bag, cause I sing what I mean and I bring it to the mad light, ain't got time to kill, I got time to feel, I took the red pill, I know life's short so I wanna live real, but how's it supposed to feel? Supposed to feel. How's it supposed to feel? How's it supposed to feel?
They wanna say they hate, but they know it's cap. I ain't play no games, I just do that's fact. And I don't feel no shame, it's a mood you lack. I go crazy, nah, but I ain't lazy. Track after track, I work on the shit daily. Pass me the jack, right as fuel, got me hazy. About to unpack all these shit I've been chasing. I've got visions in my head, like memories after death. To be a legend. അപ്പൊ ഈ സ്ഥലം നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് കണ്ടാലോ. സോഫ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ വച്ച പ്ലേസ്മെന്റ്സും കാര്യങ്ങളൊക്കെ മാറിപ്പോ. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിലെ ഇല്ലസ്ട്രേഷൻസ് ഇച്ചിരി ഒരു എന്താ പറയണ ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇച്ചിരി കൺഫ്യൂസ് ആയിപ്പോയി. അപ്പൊ നമ്മൾ ഈ ബാക്കിലെ ആ സപ്പോർട്ട് വെച്ചത് തിരിഞ്ഞുപോയി. ശരിക്കും നമ്മൾ ഒരുപാട് സമയം എടുക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റി. അത്രത്തോളം പാടുള്ള കാര്യമല്ലായിരുന്നു. ശരിക്കും പറഞ്ഞ ഇതിന്റെ അകത്ത് സ്ക്രൂവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാനിവിടെ മറ്റേ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടിരിക്കുവായിരുന്നു. ആകെ ഒരു 4 ക്ലാമ്പ് പോലത്തെ ഒരു സാധനം ഉണ്ട്, അതിൽ ആണ് ഈ ബാക്ക് സപ്പോർട്ട് മൊത്തം ഇരിക്കുന്നത്. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇവിടെ 2 പേർക്കുള്ള സ്ഥലമുണ്ട്. ഇവിടെ ആണെങ്കിലും ഒരാൾക്ക് സുഖമായിട്ടിരിക്കാം. പിന്നെ ഇപ്പൊ ഹാനു കിടന്ന് ഉറങ്ങുവാണെങ്കിൽ നമുക്ക് ഇവിടെ കിടത്താം. നല്ല സ്പേസ് ഉണ്ട്. ഇപ്പൊ അവന് കിടക്കാനും അത് കഴിഞ്ഞ് ഇത്രയും സ്പേസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത് വെയ്ഫെയറിന്റെയോ അല്ലെങ്കിൽ വേറൊന്നിന്റെയോ പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല. നമ്മൾ അങ്ങനെ ഒരു ഡീല് കിട്ടിയപ്പോ നല്ല ഡീൽസ് വരും കേട്ടോ വെയ്ഫെയറിൽ. അപ്പൊ ഇവിടെ കാനഡയിലുള്ളവർക്കാണെങ്കിലും US-ലും UK-ലും കാനഡയിലുമാണ് എനിക്ക് അറിയാവുന്നുള്ളത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ നിങ്ങൾ ഇപ്പോ എന്തെങ്കിലും ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഫർണിച്ചറോ കാര്യങ്ങളോ എടുക്കാന്നുണ്ടെങ്കിൽ അത് വെയ്ഫെയറിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഒരുപാട് സ്റ്റേഡിയും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, പക്ഷെ $2000-3000 മേടിക്കുന്നതിനെക്കാട്ടിയും വളരെ നല്ലത് $500-600 മേടിക്കുന്നതാണ്. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോ US-ന്ന് വന്നതാണ് പാക്കേജ്. ഇതിപ്പോ ഓർഡർ ചെയ്തിട്ട് ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞിട്ടാണ് നമുക്ക് വന്നത്. പാക്കേജ് ഇത്രയും ദൂരത്തു നിന്ന് വന്നതാണെങ്കിൽ പോലും പാക്കേജിന് വലിയ കേടുപാടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ഫെഡെക്സിന്റെ ഒരു ഡെലിവർ ചെയ്ത ഒരു ടൈമിലുള്ള ഒരു പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മഴയത്ത് കൊണ്ട് വെച്ചിട്ട് പോയി എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല പാക്കേജിങ് ആയിരുന്നു അകത്ത്, അതുകൊണ്ട് വേറെ നനവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവർ ഈ പറയുന്ന ഈ കുഷൻസ് എല്ലാം ഇപ്പൊ ഒരുമാതിരി ഇരിക്കുന്ന, ഇവർ ഈ പറയുന്നത് ഇത് വാക്വം സീൽഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവര് പറയുന്നത് ഏകദേശം 24 hours എടുക്കും ഇത് ഫുള്ളി എക്സ്പാൻഡ് ആവാനെന്നാ പറയുന്നത്. അപ്പൊ 24 hours കഴിയുമ്പോഴത്തേക്കും ഇവര് എങ്ങനെയായിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അതിന്റെ ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. മറക്കണ്ട, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് വഴി അറിയിക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫോർ നൗ.